ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ബിഗ് താങ്ക്സ് ടു അനുമോൾ. ശരിക്കും ദൈവമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളിയിങ്, അനുമോളുടെ ഓവറായിട്ടുള്ള വിനു കാരണം ഞാൻ അനുഭവിച്ച, സത്യം പറയാം, എനിക്ക് ഉറപ്പിച്ച് പറയാൻ അനുമോളുടെ PR ഇഷ്യൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കള്ളമാണ്, ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ കള്ളിയാണ്, PR കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല, അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക്. അപ്പൊ പിന്നെ എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. PR എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തില്ല. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടും? 50,000 കൊടുത്തു. 50,000 കള്ളം പറഞ്ഞാണ് ആകെ എനിക്ക് തന്നത്. ഞാൻ കാണിച്ചു കേട്ടോ. ആൻഡ് അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ണുനീരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു ഷോയിനെ അങ്ങനെയാക്കി മാറ്റിയത് PR ടീമാണ്. സോ മീഡിയ എന്താണ് ഫീൽ ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനുമോൾ PR കൊടുത്തിട്ടില്ല, അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ എവിടെയാ, എന്താ പറയാനുള്ളത്? ആൻഡ് താങ്ക്സ് ടു വിനു. അനുമോളുടെ കൂടെ എല്ലാവരും അനുമോൾ എല്ലാവരും പിച്ച് ചെയ്യുന്നതാണ്. എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോൾ ഒരു 50 ദിവസം 60 ദിവസം എവിക്റ്റ് ആയിട്ട്, നാണം കിട്ടിയ എവിക്റ്റ് ആയിട്ട്, ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരാണ്. ഞാൻ അതിൽ പ്രൗഡാണ്. ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പെണ്ണ് ഇപ്പോൾ അവിടെ സർവൈവ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളി പറയുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതി, അത് വിളിപ്പിച്ചോളും. എന്ത് മിസ്റ്റേക്ക് കാണിച്ചാൽ, അതായത് കള്ളം പറയാം, മോഷ്ടിക്കാം, ജാക്കി വെച്ചു എന്ന് പറയാം, സദാചാരം കളിക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം, അവരെ മോഷ്ടം മോണ്ണകളുടെ വിളിക്കാം, രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതെല്ലാം പോസിറ്റീവാക്കി മാറ്റി കുറച്ച് കരച്ചിലും കൂടി ഇട്ടാൽ മതി. അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവാക്കി മാറ്റാൻ പുള്ളിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് അറിയാം, ഞായറാഴ്ച 7 മണിക്ക് 8 മണിക്ക് ലാലേട്ടൻ കൈ പൊക്കുന്ന അനുമോളായിരിക്കും. അപ്പോൾ ആൾക്കാർ കൈയടിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ.